ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്വർണ്ണ ക്രീം ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് എങ്ങനെ യൂസ് ചെയ്യണം, യൂസ് ചെയ്താൽ പഴയ റിസൾട്ട് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്തിട്ട് 5 മാസമായി. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്താൽ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക എന്നുള്ള ഫുൾ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്വർണ്ണ ക്രീം നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾക്ക് വേറെ ഡൾനെസ്സോ, അതായത് വെയിലത്തിറങ്ങുമ്പോൾ ഡൾനെസ് ആണ്. അത് സ്വർണ്ണ ക്രീം നിർത്തിയപ്പോൾ ഡൾനെസ് അല്ല. നിങ്ങളിപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങി, ഇപ്പോൾ സൺസ്ക്രീൻ ഇടാതെ വെയിലത്തിറങ്ങി അങ്ങനെ ഏതെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്രീം ഇട്ടിട്ട് ഡൾനെസ് അല്ലെങ്കിൽ കരിവാളിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ നോർമൽ ക്രീം ആണെങ്കിൽ മാത്രം നിങ്ങൾ സ്വർണ്ണ ക്രീം നിർത്തിയിട്ട് നോർമൽ ഇപ്പോൾ പോൺസ്, ഫെയർ ലവ്ലി അങ്ങനത്തെ ക്രീമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ക്രീമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കരിവാളിപ്പാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും മുമ്പ് ഞങ്ങൾ, അതായത് ഫസ്റ്റ് ഞങ്ങൾ സ്വർണ്ണ യൂസ് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. അതായത് ഫസ്റ്റ് ആഴ്ചയിൽ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ട് മുഖം നന്നായിട്ട് ഒപ്പിയതിന് ശേഷം ക്രീം പുരട്ടുക. അല്പം ക്രീം അധികം എടുക്കുക. ആദ്യത്തെ ഒരാഴ്ച വേണമെങ്കിൽ കുറച്ച് ക്രീം അധികം എടുക്കാം. എടുത്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ചെയ്യുക. പിന്നെ 3 മാസം അടുപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ക്രീം അപ്ലൈ ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് കളർ വന്നു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നെ ഞങ്ങൾക്ക് മെയിൻ്റനൻസ് മോഡിലേക്ക് പോകാം. ഒരു കുഴപ്പമില്ല. പിന്നെ സാധാരണ ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുന്ന പോലെ തന്നെ ആഴ്ചയിലോ 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോൾ ചെയ്യുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും, ഒരു ദിവസം ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വേണമെങ്കിൽ ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നാദിമമ്മിൻ്റെ പുതിയൊരു ഫേസ് പാക്കിൻ്റെ പൗഡർ ഉണ്ട്, ഏഗ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും സ്കിൻ ഗ്ലോ ചെയ്യാനും സ്കിൻ നന്നായിട്ട് എന്താ പറയേണ്ടത്, നന്നായിട്ട് പോളിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. നമുക്ക് വേണമെങ്കിൽ ആ പൗഡർ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതല്ല, സ്വർണ്ണ യൂസ് ചെയ്തിട്ട് നിർത്തിയതിന് ശേഷം നിങ്ങൾ വേറെ നല്ല, അതായത് പറഞ്ഞ സൈഡ് എഫക്റ്റ് ഉള്ള എന്തെങ്കിലും വൈറ്റനിങ് ക്രീമൊക്കെ, ഇപ്പോൾ മെർക്കുറി കണ്ടൻറ്റോ സ്റ്റിറോയിഡോ ഒക്കെ ഉള്ള ക്രീം നിങ്ങൾ ഉപയോഗിച്ചു, അത് നിർത്തി മുഖം നന്നായിട്ട് കരുവാളിച്ചു, മുഖക്കുരു കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ മുഖത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാദിമാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം സ്വർണ്ണ യൂസ് ചെയ്താൽ മതി. അതല്ല എന്നാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ സ്കിൻ ഒരു പ്രോബ്ലം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആദ്യം സ്വർണ്ണ യൂസ് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ രാവിലെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എനിക്ക് ഡോക്ടർ പറഞ്ഞെന്നൊരു മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് ലാക്ടോ കാലാമിൻ ആണ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ബോട്ടിൽ വാങ്ങിക്കുക. അതല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ പർപ്പിൾ കളർ ബോട്ടിലാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലാക്ടോ കാലാമിൻ യൂസ് ചെയ്യാം. അതല്ല പുറത്ത് പോവുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ലോട്ടസിൻ്റെയോ അല്ലാന്നാണെങ്കിൽ മാമാർത്തിൻ്റെയോ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ന്യൂട്രോജനിൻ്റെ സൺസ്ക്രീൻ കുഴപ്പമില്ല, പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നല്ല സൺസ്ക്രീനായിട്ട് എനിക്ക് ആദ്യം തോന്നിയൊരു സൺസ്ക്രീനാണ് ന്യൂട്രോജീന. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സൺസ്ക്രീൻ ഇടുമ്പോൾ വല്ലാണ്ട് ഒരു പുകയുടെ ഒരു ഫീൽ, എന്താ പറയേണ്ടത്, ഞങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഈ പോർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുഴികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഴികളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവിപ്പ് വന്ന പോലത്തെ ഒരു ഫീല് ഈ ന്യൂട്രോജനയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ്, മാമാർത്തിൻ്റെ സൺസ്ക്രീൻ വളരെ നല്ലതാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്വർണ്ണത്തിന് 5 മാസമായി. ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ചയിൽ ചൂടുവെള്ളത്തിൽ, അതായത് എന്നെപ്പോലെ സ്വർണ്ണം നിർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച മാത്രം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി. അതല്ല, സ്കിൻ നന്നായിട്ട് അത് സ്വർണ്ണം നിർത്തിയിട്ട് വേറെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തു, അതിൽ ഭയങ്കര പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും സ്വർണ്ണയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, സ്വർണ്ണ സ്റ്റോപ്പ് ചെയ്തു, കുറേ നാളായി, എനിക്ക് വീണ്ടും സ്വർണ്ണ യൂസ് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻറ്റ്സ് വന്നതുകൊണ്ടാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാനും ഇപ്പോൾ നിർത്തിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, വീണ്ടും തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പഴയ പോലെ തന്നെ യൂസ് ചെയ്യണോ, അതല്ല കുഴപ്പമൊന്നുമില്ലാത്ത സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് മെയിൻ്റനൻസ് ചെയ്താൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ആഴ്ചയിൽ ഒരു ദിവസം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.